സോഷ്യോ എജ്യൂടോക്കിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് ഒന്നാം ലോക മഹായുദ്ധത്തെ കുറിച്ചാണ്. വളരെ ആധികാരികമായിട്ട് തന്നെ നിങ്ങളത് പഠിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ബാക്കിയുള്ള പാഠഭാഗങ്ങളായിട്ടുള്ള ലോക സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ചും നാസിസത്തെക്കുറിച്ചും ഫാഷിസത്തെക്കുറിച്ചും ഒക്കെയാണ്. അതിനു മുമ്പ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന സ്ലൈഡ് നോട്ടുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട്. അതിൽ കയറിയാൽ അത് നിങ്ങൾക്ക് ലഭ്യമാകും. എന്തായാലും നമുക്ക് വിശദമായിട്ട് പാഠഭാഗങ്ങളെ കുറിച്ച് പരിചയപ്പെടാം. ഇന്ന് ആദ്യമായി നോക്കുന്നത് ലോക സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ചാണ്. യുദ്ധാനന്തരം അഥവാ ഒന്നാം ലോക യുദ്ധാനന്തരം ലോകം ഒരു വലിയ സാമ്പത്തിക മാന്ദ്യത്തെ നേരിടുകയാണ്. യുദ്ധത്തിന് ശേഷം അമേരിക്ക വലിയ സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നു. യുദ്ധത്തിന്റെ അനന്തരഫലങ്ങളൊന്നും അമേരിക്ക അനുഭവിച്ചിരുന്നില്ല. യൂറോപ്പായിരുന്നു യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ മുഴുവനും അനുഭവിച്ചത്. സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ യൂറോപ്യൻ രാഷ്ട്രങ്ങളായിരുന്നു നേരിട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ യൂറോപ്യൻ കൺട്രികൾ ആശ്രയിച്ചിരുന്നത് അമേരിക്കയായിരുന്നു. ഇത്തരത്തില് അമേരിക്ക വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ട് യുദ്ധാനന്തരം മാറുകയാണ്. മാത്രവുമല്ല, യൂറോപ്യൻ പൗണ്ടിന് പകരം ആഗോള സാമ്പത്തിക നിലയിൽ യൂറോപ്യൻ പൗണ്ടിന് പകരം അമേരിക്കൻ ഡോളർ വലിയ പ്രശസ്തി ആർജിച്ചു ആ സമയത്ത്. ഇത്തരത്തില് വലിയ സാമ്പത്തിക മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഒന്നാം ലോക മഹായുദ്ധാനന്തരം അമേരിക്കൻ സാഹചര്യങ്ങൾ അല്ലെ ലോക സാഹചര്യത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അമേരിക്കയുടെ ഈ ഒരു മുന്നേറ്റം അധികകാലം നിലനിന്നില്ല. 1918 ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചു. അതിനുശേഷം 10 വർഷങ്ങൾക്ക് ശേഷം 1929 ലോകം വലിയ സാമ്പത്തിക മാന്ദ്യം നേരിട്ടു. അമേരിക്കയിലെ ന്യൂയോർക്കിലായിരുന്നു ഇതിന്റെ തുടക്കം. പിന്നീട് ലോകത്തെ മുഴുവൻ ഇത് പിടിച്ചു ഉലച്ചു എന്നുള്ളതാണ് വാസ്തവം. 1929 ഒക്ടോബർ 24 ന്യൂയോർക്കിലെ ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ച ഇതാണ് ലോക സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് വഴിതെളിച്ചത്. കറുത്ത വ്യാഴാഴ്ചയായിട്ടാണ് ആ ദിവസത്തെ ചരിത്രം അടയാളപ്പെടുത്തുന്നത്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് അന്ന് ലോകം അഭിമുഖീകരിച്ചത്. നിക്ഷേപകർ പെട്ടെന്ന് പിന്മാറിയതും ഓഹരി വിപണിയിലുണ്ടായ തകർച്ചയുമെല്ലാം സാമ്പത്തിക മാന്ദ്യത്തിന് ആക്കം കൂട്ടി എന്നുള്ളതാണ് വസ്തുത. ഇത്തരത്തില് ലോകം വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരുന്ന സമയമായിരുന്നു. യൂറോപ്യൻ രാഷ്ട്രങ്ങൾ യുദ്ധാനന്തര വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നെങ്കിൽ പോലും അതിനു പുറമെ ലോക സാമ്പത്തിക മാന്ദ്യം അമേരിക്കയിൽ രൂപപ്പെട്ട ആ മാന്ദ്യം കൂടി യൂറോപ്യൻ രാജ്യങ്ങളെ ബാധിച്ചത് മൂലം വലിയ സാമ്പത്തിക പ്രതിസന്ധി യൂറോപ്യൻ രാഷ്ട്രങ്ങൾ അനുഭവിക്കുകയുണ്ടായി. ഇതിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയിരുന്നത് അവരുടെ കോളനികളിൽ അധികമായിട്ട് നികുതി ഏർപ്പെടുത്തുക എന്നതിലൂടെയായിരുന്നു ഇതിന് പരിഹാരമായിട്ട് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ചെയ്തിരുന്നത്. അപ്പൊ ഇത്തരത്തിലെ കോളനികളെ വീണ്ടും ഒരു ദുരിതത്തിന്റെ വക്കിലെത്തിച്ചുകൊണ്ടായിരുന്നു സാമ്പത്തിക മാന്ദ്യ കാല മുന്നോട്ട് പോയിരുന്നത്. ഈ ഒരു അവസ്ഥയാണ് യുദ്ധാനന്തരം നമ്മൾ കാണുന്നത്. എന്തൊക്കെയാണ് ഇനി നമ്മുടെ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ അനന്തരഫലങ്ങൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. യുദ്ധാനന്തരം ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാതെയും നമുക്കറിയാം. വലിയൊരു ലോകയുദ്ധം നടന്നു കഴിഞ്ഞു. വലിയ സാമ്പത്തിക പ്രതിസന്ധി, സാമൂഹിക പ്രതിസന്ധി, രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയൊക്കെ നിലനിൽക്കുന്ന ഒരു സമയം. ഈ ഒരു അവസ്ഥയിൽ യുദ്ധാന്തരീക്ഷം ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാത്തവരാക്കി തീർത്തു എന്നാണ് അതിന്റെ ഒരു ഫലമായിട്ട് പറയുന്നത്. മറ്റൊന്ന്, ഫാക്ടറികളിൽ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടന്നു. ജനങ്ങളുടെ കയ്യിൽ സ്വാഭാവികമായിട്ടും ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാത്ത ഒരു അവസ്ഥ സംജാതമാവുകയും അതിന് അനുസൃതമായിക്കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ഫലമായിക്കൊണ്ട് ഫാക്ടറികളിൽ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കാൻ തുടങ്ങി. ഒരു വിറ്റുപോക്കുകളും ഇല്ലാതെ ഫാക്ടറികളിൽ ഉൽപ്പന്നങ്ങളൊക്കെ കെട്ടിക്കിടക്കാൻ തുടങ്ങി. ഈ ഒരു അവസ്ഥ ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഉണ്ടാവുകയാണ്. മറ്റൊന്ന്, യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് എടുത്ത വായ്പ തിരിച്ചു കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തി. യുദ്ധാനന്തരം അമേരിക്ക വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറിയിട്ടുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു.
അങ്ങനെ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട ഒരു സമയം കൂടിയായിരുന്നു. അമേരിക്കയുടെ കയ്യിൽ നിന്നായിരുന്നു യൂറോപ്യൻ രാഷ്ട്രങ്ങൾ സാമ്പത്തിക സഹായങ്ങൾ സ്വീകരിച്ചിരുന്നത്. ഇത്തരത്തിൽ സ്വീകരിച്ച സാമ്പത്തിക സഹായം സാമ്പത്തിക മാന്ദ്യം രൂപപ്പെടുന്നതോടുകൂടി അമേരിക്കയ്ക്ക് തിരിച്ചടക്കുന്നതിൽ വീഴ്ച വരുത്താൻ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ആ വഴിയിലേക്ക് സഞ്ചരിച്ചു. ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി ആ കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, ബാങ്കുകൾ തകർന്നു, പണപ്പെരുപ്പം വർദ്ധിച്ചു, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം എല്ലാം വർദ്ധിച്ചു. ഇതൊക്കെ ഇതിന്റെ ഭാഗങ്ങളായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുള്ള ചില വസ്തുതകളാണ്. ബാങ്കുകളുടെ തകർച്ചയും പണപ്പെരുപ്പം വർദ്ധിച്ചതും ഇൻഫ്ലേഷൻ വർദ്ധിച്ചു, വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി രാജ്യം മുഴുവൻ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയായിരുന്നു സാമ്പത്തിക മാന്ദ്യത്തിലൂടെ ലോകം അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലനങ്ങൾ. എന്തായാലും നിങ്ങൾക്ക് ലോക സാമ്പത്തിക മാന്ദ്യത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചും അത് എങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ചും അതിന്റെ അനന്തരഫലങ്ങളെ കുറിച്ചും എല്ലാം വളരെ വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഫാഷിസത്തെ കുറിച്ചും നാസിസത്തെ കുറിച്ചുമാണ്. ലോകയുദ്ധാനന്തരം സംഭവിച്ചിട്ടുള്ള മറ്റൊരു വലിയ സംഭവ വികാസമാണ് ഫാഷിസവും നാസിസവും. ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് ഫാഷിസത്തെ കുറിച്ചാണ്, അല്ലെ? ഫാഷിസം ഒന്നാം ലോക യുദ്ധാനന്തരം യൂറോപ്യൻ രാഷ്ട്രങ്ങൾ വലിയ പ്രതിസന്ധി ഉയർന്നു വന്നു. ജനങ്ങൾ തൊഴിൽ രഹിതരായി, നാണയപ്പെരുപ്പം മൂലം സാമ്പത്തിക മേഖല തകർന്നു. അപ്പൊ ഇത്തരത്തിലുള്ളൊരു അവസ്ഥ ലോകാന്തരീക്ഷത്തിൽ ഉയർന്നു വരികയാണ്. പ്രത്യേകിച്ച് യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ യുദ്ധം ഒരു വശത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. പിന്നീട് വന്ന ലോക സാമ്പത്തിക മാന്ദ്യവും അത്തരത്തിലെ വലിയ പ്രയാസങ്ങൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ സൃഷ്ടിച്ചു. ഇത്തരത്തിലുള്ള ഒരു പ്രയാസം രാഷ്ട്രീയ സാമ്പത്തിക മേഖലയിൽ തകർച്ച, യുദ്ധത്തിൽ ജയിച്ചവരോടുള്ള പ്രതികാര മനോഭാവം എന്നിവ ഫാഷിസം അല്ലെങ്കിൽ നാസിസം വളരുന്നതിന് അനുകൂല സാഹചര്യം ഒരുക്കിയെന്നാണ് ചരിത്രം പറയുന്നത്. വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരുന്ന സമയത്ത് ഭരണപരമായിട്ടുള്ള ഒരു കഴിവില്ലായ്മയും നാണയപ്പെരുപ്പത്തിന്റെ വളർച്ചയും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവുമെല്ലാം ജനങ്ങളെ അല്ലെങ്കിൽ ആ സാഹചര്യം ഉണ്ടാക്കുന്നതിന് വലിയ രീതിയിൽ സഹായിച്ചു. ഈ ഒരു മറ പിടിച്ചുകൊണ്ടാണ് ഫാഷിസവും നാസിസവും എന്ന ആശയങ്ങൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ രൂപപ്പെടുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഫാഷിസത്തെ കുറിച്ച് പഠിക്കാം. ഫാഷിസം എന്ന വാക്ക് ഉണ്ടാകുന്നത് ലാറ്റിൻ വേർഡായിട്ടുള്ള ഫാസിസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ഒരു കെട്ട് ദണ്ടും അതിനു മുകളിൽ ഒരു മഴുവും എന്നതാണ് ഈ ഒരു ഫാസിസ് എന്ന വേർഡിന്റെ അർത്ഥം. പുരാതന റോമിലെ അധികാരത്തിന്റെ ചിഹ്നമായിട്ടാണ് ഈ ഒരു ഫാസിസിനെ ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ ഒരു കെട്ട് ദണ്ടും അതിനു മുകളിലുള്ള ഒരു മഴുവും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പദത്തിൽ നിന്നാണ് ഫാഷിസം എന്ന പദം രൂപപ്പെടുന്നത് എന്നാണ് ചരിത്രം പറയുന്നത്. ഇനി നമുക്ക് ഫാഷിസത്തിന്റെ സവിശേഷതകളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഫാഷിസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? നിങ്ങൾ നോക്കൂ, സ്ക്രീനിൽ കാണാം. ജനാധിപത്യത്തോടുള്ള വിരോധം, സോഷ്യലിസത്തോടുള്ള എതിർപ്പ്, രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കൽ, വംശമഹിമ ഉയർത്തിപ്പിടിക്കൽ, യുദ്ധത്തെ മഹത്വവൽക്കരിക്കൽ, തീവ്ര ദേശീയത പ്രചരിപ്പിക്കൽ, ഭൂതകാലത്തെ പ്രകീർത്തിക്കൽ, കലാ, സാഹിത്യം, വിദ്യാഭ്യാസം തുടങ്ങിയവയിലൂടെ ആശയപ്രചരണം, സൈനിക സ്വേച്ഛാധിപത്യം, രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സവിശേഷതകളാണ് ഫാഷിസത്തിന് ഉള്ളത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ജനാധിപത്യത്തോടും സോഷ്യലിസത്തോടും ഒക്കെ വലിയ എതിർപ്പ് സമ്പാദിച്ച് അല്ലെങ്കിൽ വെച്ചു പുലർത്തുന്ന ഒരു ആശയമാണ് ഫാഷിസം. രാഷ്ട്രത്തെ വലിയ മഹത്വവൽക്കരിക്കും. തങ്ങളുടെ രാഷ്ട്രമാണ് വലിയ രാഷ്ട്രം, അതാണ് അതിനെ മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഫാഷിസ്റ്റ് ഭരണകൂടം നടത്തുന്നത്. വംശമഹിമയെ ഉയർത്തിക്കാട്ടും, വംശമഹിമയെ വലിയ രീതിയിൽ ഉയർത്തിക്കാട്ടും. അവരുടെ വംശത്തെ അവര് ലോകത്തെ ഏറ്റവും വലിയ, ഏറ്റവും നല്ല, വളരെ സുന്ദരമായിട്ടുള്ള വംശമായിട്ട് അവര് പ്രകീർത്തിക്കും. ഇത്തരത്തിൽ യുദ്ധത്തെ മഹത്വവൽക്കരിക്കും, സ്വേച്ഛാധിപത്യ ഭരണവാഴ്ച നിലനിർത്തുന്നതിനെ മഹത്വവൽക്കരിക്കും. ഇത്തരത്തിലുള്ള ഒരു സവിശേഷതകളാണ് ഫാഷിസ്റ്റ് ജനത അല്ലെങ്കിൽ ഫാഷിസ്റ്റ് ഭരണകൂടം മുന്നിൽ വെക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫാഷിസം എവിടെയാണ് രൂപം കൊണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഫാഷിസം രൂപപ്പെടുത്തിയത് ആരാണ്, അതിന്റെ വക്താവ് ആരാണ് എന്നതിനെ കുറിച്ചാണ്. മുസോളിനിയാണ് ഫാഷിസത്തിന്റെ വക്താവായിട്ട് അറിയപ്പെടുന്നത്. മുസോളിനി ഫാഷിസവും
എന്ന ഒരു പാഠഭാഗത്തിലേക്കാണ് നമുക്ക് ഇനി പ്രവേശിക്കേണ്ടത്. അവിടെ മുസോളിനിയുടെ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ട് നമുക്ക് നിങ്ങൾക്ക് കാണാം. എന്താണത്? പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, യുദ്ധത്തെ വലിയ രീതിയിൽ മഹത്വവൽക്കരിച്ചുകൊണ്ടാണ് ഫാഷിസ്റ്റ് ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിന്റെ ഒരു നേർചിത്രമാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. യുദ്ധം പുരുഷന് സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് എന്നാണ്. സ്ത്രീകളുടെ മാതൃത്വം എപ്രകാരമാണോ ആ രീതിയിലാണ് പുരുഷന് യുദ്ധം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. യുദ്ധത്തെ വലിയ രീതിയിൽ മഹത്വവൽക്കരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന മുന്നോട്ട് പോകുന്നത്. ഇനി ഫാഷിസം അധികാരത്തിൽ എത്താനുണ്ടായ സാഹചര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാം ലോക യുദ്ധത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽ പെട്ടിട്ടും ഇറ്റലിക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ലഭിച്ചില്ല. ഇറ്റലിയിലാണ് ഫാഷിസം രൂപപ്പെട്ടത് എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ? മുസോളിനിയാണ് വക്താവ് എന്ന് നമ്മൾ പറഞ്ഞു. ഇത്തരത്തില് ഒന്നാം ലോക മഹായുദ്ധത്തില് വിജയിച്ചവരുടെ കൂട്ടത്തിൽ പെട്ടിട്ടും ഇറ്റലിക്ക് കാര്യമായ നേട്ടമൊന്നും ലഭിച്ചില്ല. ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഇറ്റലി വിജയിച്ചവരുടെ കൂട്ടത്തിൽ എങ്ങനെ പെടും? ഇറ്റലി ജർമ്മനിയുടെ കൂടെ ആയിരുന്നല്ലോ, ട്രിപ്പിൾ അലയൻസിലായിരുന്നല്ലോ, അല്ലെ? ത്രികക്ഷി സൗഹാർദ്ദത്തിലായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തില് ഇറ്റലി ഉണ്ടായിരുന്നത്. പിന്നെ എങ്ങനെയാണ് വിജയിച്ചവരുടെ കൂട്ടത്തിൽ ട്രിപ്പിൾ എൻറ്റിറ്റിയിലേക്ക് പിന്നെ ഇറ്റലിയെ നമ്മൾ കാണുന്നത്? ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അഥവാ പിന്നെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇറ്റലി ജർമ്മനിയുടെ കൂടെ ആയിരുന്നെങ്കിലും യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇറ്റലി കൂറുമാറ്റം നടത്തുകയാണ് ചെയ്യുന്നത്. ഇറ്റലി എങ്ങോട്ട് പോയി? ഇറ്റലി ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും സൈനിക ശക്തിയിലേക്ക്, സൈനിക സഖ്യത്തിലേക്ക് കൂറുമാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവിടെ നമ്മൾ ഈ ഒരു പ്രസ്താവന പറയുന്നത്. എന്താണ്? ഒന്നാം ലോക യുദ്ധത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽ പെട്ടിട്ടും ഇറ്റലിക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ലഭിച്ചില്ല. കൂറുമാറി ഇറ്റലി വിജയിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടു. പക്ഷെ കാര്യമായ നേട്ടമൊന്നും യുദ്ധാനന്തരം പിന്നെ ജർമ്മനിയെ, വേഴ്സായ സന്ധിയിലെ ജർമ്മനിയെ വീതം വെക്കുമ്പോഴൊന്നും ഇറ്റലിക്ക് യാതൊരു പിന്നെ നേട്ടങ്ങളും അതിൽ നിന്ന് ലഭിച്ചില്ല എന്നുള്ളതാണ് പിന്നെ ഫാഷിസം ഇറ്റലിയിൽ വളരുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് ചരിത്രം പറയുന്നത്. രണ്ടാമത്തെ കാരണം എന്താണ്? യുദ്ധാനന്തരം വ്യവസായ തകർച്ച, തൊഴിലില്ലായ്മ, നികുതി വർധനവ്, പണപ്പെരുപ്പം എന്നിവ ജനങ്ങളെ ഭരണകൂടത്തിൽ നിന്നും അകറ്റി. യുദ്ധത്തിന് ശേഷം നമുക്കറിയാം വലിയ പ്രതിസന്ധിയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു അവസ്ഥ, തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും നികുതി വർധനവും പണപ്പെരുപ്പും എല്ലാം ജനങ്ങളെ വലിയ രീതിയിൽ അസ്വസ്ഥപ്പെടുത്തുകയും ഇത് ഭരണകൂടത്തിൽ നിന്ന് ജനങ്ങളെ പിന്നെ അകറ്റി നിർത്താൻ വേണ്ടി, അകറ്റി മാറ്റാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം അവിടെ സംജാതമായി. ഈ ഒരു മറ പിടിച്ചുകൊണ്ടാണ് ഫാഷിസം വളർച്ചയിലെ പാതയിലേക്ക് പോകുന്നത്. ഇങ്ങനെ ഇത് രണ്ടാമത്തെ കാരണം. ഒന്നാമത്തെ കാരണം കാര്യമായ നേട്ടങ്ങളൊന്നും യുദ്ധാനന്തരം ഇറ്റലിക്ക് ലഭിച്ചില്ല. രണ്ടാമത്തെ കാരണം സാമ്പത്തിക തകർച്ച, തൊഴിലില്ലായ്മ, നികുതി വർധന, പണപ്പെരുപ്പ്, ഇതൊക്കെ വലിയ രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി. അതുകൊണ്ട് അവര് ഭരണകൂടത്തിൽ നിന്നും അകന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം രാജ്യം സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് പോകുമോ എന്ന ഭയം ഫാസിസത്തെ പിന്തുണയ്ക്കാൻ സമ്പന്നരെ പ്രേരിപ്പിച്ചു വന്നത്. നമ്മൾ പറഞ്ഞു യൂറോപ്യൻ മുതലാളിത്ത രാജ്യങ്ങളാണ്, അല്ലെ? അവിടെ പിന്നെ സമ്പന്ന വർഗമാണ് അധികാരം നിയന്ത്രിക്കുന്നത്. ഇത്തരത്തില് പിന്നെ രാജ്യം സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക്, സോഷ്യലിസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാവരെയും തുല്യമായിട്ട് കാണുന്ന ഒരു സമൂഹമാണ്, അല്ലെ? സമത്വ സുന്ദരമായിട്ട് സമൂഹമാണ് സോഷ്യലിസത്തെ നമ്മൾ വിഭാവന ചെയ്യുന്നത്. അങ്ങനെയാണ് സോഷ്യലിസം അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തില് യുദ്ധാനന്തരം രാജ്യം ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് കൺട്രിയിലേക്ക് പോകുമോ എന്നുള്ള ഭയം മുതലാളിമാർക്ക്, ഒരു ക്യാപിറ്റൽ വ്യവസ്ഥയിൽ ജീവിച്ചുകൊണ്ടിരുന്ന, അധികാരം കൈയാളിയിരുന്ന മുതലാളി വർഗത്തിന് ഒരു ഭയം സൃഷ്ടിക്കുകയും അവര് ഫാഷിസത്തെ ഇതുമൂലം അവര് ഫാഷിസത്തെ പിന്തുണയ്ക്കാൻ പിന്നെ പ്രേരിതമാവുകയാണ് ചെയ്തത്. ഇത്തരത്തില് മൂന്ന് കാര്യങ്ങളാണ് ഫാഷിസം ഇറ്റലിയിൽ വളർന്നു വരാനുണ്ടായ സാഹചര്യങ്ങൾക്ക് ആക്കം കൂട്ടിയത്. നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് നമുക്ക് നോക്കേണ്ടത് ഫാഷിസത്തിന്റെ വക്താവായ മുസോളിനിയുടെ കാര്യങ്ങളെ കുറിച്ചും ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ചും ഭരണ സംവിധാനങ്ങളെ കുറിച്ചൊക്കെയാണ് നമുക്ക് പറയേണ്ടത്. എങ്ങനെയാണ് അദ്ദേഹം ഭരണം നടത്തിയത്, ഏത് രീതിയിലാണ് അദ്ദേഹത്തിന്റെ സമീപനം എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. മുസോളിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. മുസോളിനി നമ്മൾ പറഞ്ഞു ഫാഷിസത്തിന്റെ വക്താവായിട്ട്, ഇറ്റലിയിൽ ഫാഷിസത്തിന്റെ വക്താവായിട്ട് അറിയപ്പെടുന്നത് മുസോളിനാണ്, ബെനിറ്റോ മുസോളിനി, അല്ലെ? അധികാരത്തിലേറിയ മുസോളിനി രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ സ്വേച്ഛാധിപത്യ ഭരണം നടപ്പിലാക്കി. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഫാഷിസത്തിന്റെ സവിശേഷതകൾ എണ്ണി പറയുന്നതോട് നമ്മൾ പറഞ്ഞു സ്വേച്ഛാധിപത്യ ഭരണം കാഴ്ചവെക്കുന്ന ഒരു സവിശേഷതയാണ് ഫാഷിസത്തിന് ഉള്ളതെന്ന് പറഞ്ഞു. ആ രീതിയിലായിരുന്നു
അദ്ദേഹം ഇറ്റലിയുടെ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ വളരെ സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള ഭരണ പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഹിംസയുടെ മാർഗം സ്വീകരിച്ചു. ഹിംസ എല്ലാവരെയും വളരെ ശത്രുത മനോഭാവത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം കണ്ടത്. ആരൊക്കെയായിരുന്നു അദ്ദേഹം ഹിംസയുടെ മാർഗം സ്വീകരിച്ചിരുന്ന വക്താക്കൾ? ആരൊക്കെയായിരുന്നു? സോഷ്യലിസ്റ്റുകൾ, തൊഴിലാളി കർഷക നേതാക്കൾ എന്നിവരെയൊക്കെ അദ്ദേഹം രാഷ്ട്രത്തിന്റെ ശത്രുക്കളായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. നോക്കൂ, സോഷ്യലിസ്റ്റുകളെ പിന്നെ വെറുപ്പാണ്. സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് വളരെയധികം വെറുപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു ആശയമാണ് ഫാഷിസം. നമ്മൾ നേരത്തെ സവിശേഷതകൾ പഠിച്ചു. ആ ഒരു സംവിധാനത്തെ തന്നെയാണ് നമ്മൾ ഇപ്പോഴും പറയുന്നത്. എന്താണ്? സോഷ്യലിസ്റ്റുകളെയും തൊഴിലാളി കർഷക നേതാക്കളെയും ഫാസിസ്റ്റ് ഭരണം രാഷ്ട്രത്തിന്റെ ശത്രുക്കളായി ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള ഒരു സ്വേച്ഛാധിപത്യ ഭരണമാണ് കാഴ്ചവെക്കുന്നത്. മറ്റൊന്ന്, പാർട്ടിയെ എതിർത്തവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കി. ഫാസിസ്റ്റ് പാർട്ടിയെ എതിർത്തവരെ എന്ത് ചെയ്തു? ഫാസിസ്റ്റ് ഭരണകൂടം വധശിക്ഷയ്ക്ക് വിധേയരാക്കി. വളരെ സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള, വളരെ മനുഷ്യ വികാരത്തിന് രഹിതമായിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തിലൂടെയാണ് ഫാസിസ്റ്റ് നടന്നു പോകുന്നത്. മാത്രമല്ല, പ്രാചീന റോമ സാമ്രാജ്യത്തിന്റെ പുനഃസ്ഥാപനമായിരുന്നു മുസോളിനിയുടെ ലക്ഷ്യം. നമ്മൾ നേരത്തെ പറഞ്ഞു, രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കാം, അല്ലെ? റോമ സാമ്രാജ്യത്തെ മഹത്വവൽക്കരിച്ചുകൊണ്ട് അതിലേക്കുള്ള ഒരു പിന്മടക്കമായിരുന്നു മുസോളിനിയുടെ ലക്ഷ്യം. വംശമഹിമ നിലനിർത്തുന്നു ഫാസിസ്റ്റ് ഭരണകൂടം എന്ന് നമ്മൾ വിശേഷിപ്പിച്ചു. ഇത്തരത്തില് പഴയകാല പ്രാചീന റോമ സാമ്രാജ്യത്തിന്റെ സവിശേഷതകളെ മുറുകെ പിടിക്കുക, അതിനെ തിരികെ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമായിരുന്നു മുസോളിനിയുടെ ഫാസിസ്റ്റ് ഭരണത്തിലൂടെ അദ്ദേഹം ലക്ഷ്യം വെച്ചത്, അല്ലെ? മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകതയാണ് കരിങ്കുപ്പായക്കാർ, ബ്ലാക്ക് ഷർട്ട്സ് എന്ന സൈനിക വിഭാഗത്തെ ഉപയോഗിച്ച് എതിരാളികളെ അടിച്ചമർത്തും. അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവണതകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നീചകൃത്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സൈന്യത്തെ രൂപപ്പെടുത്തുകയാണ്. അവരുടെ പേരെന്താണ്? കരിങ്കുപ്പായക്കാർ അഥവാ ബ്ലാക്ക് ഷർട്ട്സ് എന്നാണ് അവര് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഇത്തരത്തിൽ ഈ ഒരു സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു? എതിരാളികളെ നിഷ്പ്രയാസം അടിച്ചമർത്തി വധിച്ച് അവരെ ഇല്ലാതാക്കാൻ ശ്രമങ്ങൾ നടത്തുകയാണ് ചെയ്തത്, അല്ലെ? മാത്രമല്ല, വളരെ അക്രമോത്സുകമായിട്ടുള്ള വിദേശ നയമാണ് അദ്ദേഹം സ്വീകരിച്ചത്. രാഷ്ട്രത്തിന് മറ്റു രാഷ്ട്രങ്ങളോടുള്ള വിദേശ നയങ്ങളൊക്കെ, മറ്റു രാഷ്ട്രങ്ങളുടെ സമീപനങ്ങൾ വളരെ അക്രമോത്സുകമായിരുന്നു. നമുക്ക് പല രാഷ്ട്രങ്ങളോടും അദ്ദേഹം യുദ്ധത്തിൽ ഏർപ്പെടുന്നു. അവരെ രാഷ്ട്രങ്ങളിൽ പോയിട്ട് അവരെ വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നു. ഇത്തരത്തിൽ വലിയ സ്വേച്ഛാധിപത്യ ഭരണമായിരുന്നു അദ്ദേഹം ഇറ്റലിയിൽ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. ഇറ്റലിയുടെ സാമ്രാജ്യത്വ മോഹം മറ്റൊരു വലിയ ലോക യുദ്ധത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. നോക്കൂ, രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഫാഷിസം നമ്മൾ എടുത്തു പറയുന്ന ഒന്നാണ്, അല്ലെ? ഇറ്റലിയുടെ സാമ്രാജ്യത്വ മോഹം, വലിയ സാമ്രാജ്യത്വം, ലോകത്തെ മുഴുവൻ വെട്ടിപ്പിടിക്കണം, തങ്ങളുടെ കുടക്കീഴിലാക്കണം എന്നുള്ള ഇറ്റലിയുടെ സാമ്രാജ്യത്വ മോഹമാണ് പിന്നീട് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകത്തെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇത്തരത്തിലായിരുന്നു ഫാഷിസ്റ്റ് ഭരണകൂടം തങ്ങളുടെ ഭരണ സംവിധാനങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കിയിരുന്നത്. നമ്മൾ വളരെ വിശദമായിട്ട് ഫാഷിസത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഫാഷിസത്തിന്റെ സവിശേഷതകളെ കുറിച്ച് പഠിച്ചു. ഫാഷിസം എന്ന വേർഡ് എവിടുന്നാണ് ഉത്ഭവിച്ചത്, ഡിറൈവ്ഡ് ഫ്രം നമ്മൾ പഠിച്ചു. ആരാണ് നേതാവ് എന്ന് പഠിച്ചു. അതിന്റെ സംവിധാനങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ വിശദമായിട്ട് മനസ്സിലാക്കണം, വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നാസിസത്തെ കുറിച്ചാണ്, അല്ലെ? ജർമ്മനിയിലെ നാസിസം. ഇറ്റലിയിലെ ഫാസിസത്തിന്റെ മറ്റൊരു പതിപ്പായിരുന്നു ജർമ്മനിയിലെ നാസിസം. രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് എന്ന് നമുക്ക് വളരെ ചുരുക്കി പറയാം. ജർമ്മനിയിലെ നാസിസത്തിന്റെ വക്താവാരായിരുന്നു? ഹിറ്റ്ലർ. വളരെ പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരിയാണ്, അല്ലെ? നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടോ ഹിറ്റ്ലർ? സിനിമകളിലൊക്കെ നമ്മൾ കാണാറുള്ള, കേൾക്കാറുള്ള ഒരു പേരാണ്, അല്ലെ? ഹിറ്റ്ലർ. അഡോൾഫ് ഹിറ്റ്ലർ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അങ്ങനെ ഇദ്ദേഹമാണ് ജർമ്മനിയിൽ നാസിസം എന്ന ആശയം രൂപപ്പെടുന്നത്, അല്ലെങ്കിൽ അതിന്റെ വികാസത്തിന് വലിയ ആക്കം കൂട്ടിയ വക്താവായിട്ട് നമുക്ക് ചരിത്രം അടയാളപ്പെടുത്തുന്നത്. ഇനി നാസിസം ജർമ്മനിയിൽ വളരുന്നതിന് സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? ഫാഷിസത്തെ നമ്മൾ ചർച്ച ചെയ്തു. ഫാഷിസം എങ്ങനെയാണ് ഇറ്റലിയിൽ അല്ലെങ്കിൽ രൂപം കൊള്ളുന്നതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇനി നാസിസം എങ്ങനെയാണ്
ജർമ്മനിയിൽ വളരാൻ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്കിനി അടുത്തതായിട്ട് ചർച്ച ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് നോക്കൂ. വേഴ്സായ് സന്ധി അല്ലെ, 1919 വേഴ്സായ് സന്ധി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ വളരെ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ജർമ്മനിയുടെ മുകളിൽ യുദ്ധക്കടം മുഴുവൻ, വിജയിച്ച രാഷ്ട്രങ്ങളും യുദ്ധക്കടം മുഴുവൻ കെട്ടിവെക്കുന്ന ഒരു ദാരുണമായ അവസ്ഥ. ഈ ഒരു വേഴ്സായ് സന്ധി ജർമ്മനിയിൽ നാസിസത്തിന്റെ വളർച്ചയ്ക്ക് വലിയ ആക്കം കൂട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് പാഠഭാഗങ്ങൾ. മറ്റൊരു പോയിന്റ്, സാമ്പത്തിക തകർച്ച, പണപ്പെരുപ്പം, ഇതൊക്കെ ജർമ്മനിയിൽ നാസിസം വളരുന്നതിന് സഹായകമായി, ഫാഷിസം വളരുന്നതിന് ഇത് സഹായകമായിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു സാമ്പത്തിക മാന്ദ്യം, യുദ്ധാനന്തര സമൂഹം നേരിട്ടത് സാമ്പത്തിക പ്രയാസങ്ങൾ, രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ എന്നിവയൊക്കെ വലിയ സാമ്പത്തിക തകർച്ചയും പണപ്പെരുപ്പും തൊഴിലില്ലായ്മ ദാരിദ്ര്യമൊക്കെ ഈ ഒരു ജർമ്മനിയിൽ ഉണ്ടാക്കിയിരുന്നു. ജർമ്മൻ സാഹചര്യങ്ങൾ അങ്ങനെ മാറ്റപ്പെട്ടിരുന്നു എന്നുള്ളത് ചരിത്രം പറയുന്നുണ്ട്. മറ്റൊരു കാരണം, നാസിസം ജർമ്മനിയിൽ വളരാനുള്ള മറ്റൊരു കാരണം ജർമ്മൻ ഭരണകൂട പരാജയമായിരുന്നു. ജർമ്മൻ ഭരണകൂടം ഏറ്റവും പരാജയത്തിന്റെ അവസ്ഥയിലായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ ആ ഒരു സമയത്ത് ജർമ്മൻ ഭരണ സംവിധാനങ്ങളിൽ നേരിച്ചു കണ്ടിരുന്നു. അപ്പൊ ഈ ഒരു അവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ജർമ്മനിയിൽ ഹിറ്റ്ലർ നാസിസത്തെ അടയാളപ്പെടുത്തുന്നത്. വലിയ രീതിയിലാണ് അദ്ദേഹം നാസിസത്തെ അടയാളപ്പെടുത്തുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ലൂപ്പ് പോയിന്റുകൾ, ഇത്തരത്തിലുള്ള കുറുക്കു വഴികൾ അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടാണ് നാസിസത്തെ ഇൻജക്ട് ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കിയത്. നാസിസം വളർച്ചയുടെ പാതയിലേക്ക് എത്താനുള്ള സഹായിച്ച ഘടകങ്ങളെ നമ്മൾ വിശദമായിട്ട് 3 നമ്മൾ പഠിച്ചു. എന്തായാലും നിങ്ങൾ അത് വളരെ വ്യക്തമായിട്ട് പഠിക്കണം. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഹിറ്റ്ലറുടെ ഒരു ഭരണ സംവിധാനത്തെ കുറിച്ചാണ്. മുസോളിനിയുടെ ഭരണ സംവിധാനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ഹിറ്റ്ലർ എങ്ങനെയാണ് നാസിസം എന്ന ആശയത്തിലൂന്നി ജർമ്മനിയിൽ ഭരണം നടത്തിയത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വലിയ ജൂതമതത്തിനെതിരായിരുന്നു, സോഷ്യലിസത്തിന് എതിരായിരുന്നു, ജനാധിപത്യത്തിന് എതിരായിരുന്നു. അത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങൾക്കും അദ്ദേഹം എതിരായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ജൂതരെ കൊന്നൊടുക്കി. ഹോളോകോസ്റ്റ് എന്നാണ് ഈ ഒരു സംവിധാനത്തെ നമ്മൾ ചരിത്രം അടയാളപ്പെടുത്തുന്നത്. നമുക്കറിയാം ജൂതമതത്തിൽപ്പെട്ട ജൂതവിശ്വാസികളെ അദ്ദേഹം വലിയ രീതിയിൽ നരഹത്യക്ക് വിധേയമാക്കിയിരുന്നു. ഹോളോകോസ്റ്റ് എന്നാണ് ആ ഒരു സംഭവത്തെ ചരിത്രം അടയാളപ്പെടുത്തുന്നത്. ജൂത നരഹത്യ വലിയ രീതിയിൽ ഹിറ്റ്ലറെ വിമർശിക്കുന്നതിന് ചരിത്രത്തിൽ കാണാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അതിനു വേണ്ടിയിട്ട്, ഇത്തരത്തിൽ നരഹത്യ നടത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സൈനിക വിഭാഗത്തിന് രൂപം നൽകി. എന്തായിരുന്നു ആ സൈനിക വിഭാഗത്തിന്റെ പേര്? ബ്രൗൺ ഷർട്ട്, തവിട്ടു കുപ്പായക്കാർ. നമ്മൾ നേരത്തെ മുസോളിനെ പറഞ്ഞു അല്ലെ, ബ്ലാക്ക് ഷർട്ട്സ് പറഞ്ഞു നമ്മൾ. ഇവിടെ ജർമ്മനിയിൽ ഹിറ്റ്ലർ ഉപയോഗിച്ച സൈനിക വിഭാഗം ഏതായിരുന്നു? തവിട്ടു കുപ്പായക്കാർ, ബ്രൗൺ ഷർട്ട്സ് ആയിരുന്നു. ഇവരെ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? അദ്ദേഹത്തിന്റെ ഭരണ സംവിധാനങ്ങളെയൊക്കെ അടിച്ചമർത്തുന്ന രീതിയിൽ, മറ്റു സംവിധാനങ്ങളെയൊക്കെ അടിച്ചമർത്തുന്ന രീതിയിൽ അദ്ദേഹം ഭരണം മുന്നോട്ട് കൊണ്ടുപോയത്. ഗെസ്റ്റപ്പോ എന്ന മറ്റൊരു രഹസ്യ സൈന്യത്തെ കൂടി അദ്ദേഹം നിയമിച്ചിരുന്നു. ഇത്തരത്തിൽ 2 സൈന്യമായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണ പരിഷ്കാരങ്ങൾക്ക്, ഭരണ സംവിധാനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നിലനിർത്തിയിരുന്നത്. മറ്റൊരു നാസിസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഹിറ്റ്ലർ ഉയർത്തിക്കാട്ടുന്ന ഒരു വസ്തുതയാണ് എന്ത്? വംശമഹിമ. ആര്യവംശന്മാരാണ് ലോകത്തിലെ ഏറ്റവും വലിയ വംശം, അല്ലെങ്കിൽ മഹത്വമുള്ള വംശം എന്ന് അദ്ദേഹം ആര്യവംശത്തെ ഉയർത്തിക്കാട്ടി. ജർമ്മനിയിലുള്ള ജർമ്മൻകാരൊക്കെ എന്താണ്? ആര്യവംശത്തിന്റെ വക്താക്കളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളാണ് വലിയ പാരമ്പര്യമുള്ള ജനവിഭാഗം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വംശത്തെ വലിയ രീതിയിൽ മഹത്വവൽക്കരിച്ചുകൊണ്ടായിരുന്നു ഭരണം നടത്തിയിരുന്നത്. മറ്റൊന്ന്, നാസി പാർട്ടി ഒഴികെ മറ്റു പാർട്ടികളെ അദ്ദേഹം നിരോധിച്ചു. മറ്റൊരു പാർട്ടികൾക്കും മറ്റൊരു രാഷ്ട്രീയ സംവിധാനങ്ങൾക്കും ജർമ്മനിയിൽ യാതൊരു തരത്തിലുള്ള അവസരങ്ങളും ലഭിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ആ ഒരു തീരുമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സൈനിക സേവനം നിർബന്ധമാക്കി. രാജ്യത്തെ ജനങ്ങളെ കൊണ്ടൊക്കെ അദ്ദേഹം നിർബന്ധിത സൈനിക സേവനത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. തൊഴിലാളി സംഘടനകളെ നിരോധിച്ചു. ജപ്പാൻ, ഇറ്റലി എന്നീ രാജ്യങ്ങളുമായി സൈനിക സഖ്യം രൂപീകരിച്ചു. ജപ്പാൻ, ഇറ്റലി എന്നീ രാജ്യങ്ങളുമായി സൈനിക സഖ്യം രൂപീകരിച്ചു.
പിന്നീട് രണ്ടാം ലോക മഹായുദ്ധത്തില് ഇവരായിരുന്നു പിന്നെ സഖ്യകക്ഷികളായിട്ട് ഒരു സൈനിക ശക്തിയായിട്ട് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നത്. അല്ലെ, എന്താണ് ഇത്തരത്തിലുള്ള സവിശേഷതകളാണ് നാസിസത്തെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി ഹിറ്റ്ലറുടെ ഒരു സവിശേഷത നമുക്ക് പറയേണ്ടതുണ്ട്. സംഘടനാ മികവും പ്രസംഗ പാഠവും ജനങ്ങളെ ഹിറ്റ്ലറിലേക്ക് ആകർഷിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം വലിയ സംഘാടക മികവുള്ള ആളായിരുന്നു. നിങ്ങൾ നോക്കൂ, ജർമ്മനി എന്നൊരു വലിയ രാജ്യത്തെ അദ്ദേഹം തന്റെ ഒരു പിന്നെ കരിഷ്മാറ്റിക് പവർ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം, വ്യക്തിത്വ പ്രഭാവം കൊണ്ടാണ് അദ്ദേഹം ഒരു നേതാവായിട്ട് മാറുന്നത്. ഇത്തരത്തിൽ വലിയ പ്രസംഗ പാഠവും വലിയ വാഗ്ധോരണങ്ങളൊക്കെ കൊണ്ട് അദ്ദേഹം വലിയ പ്രസംഗ പാഠം നടത്തുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ ജനങ്ങളിലേക്ക് അടുപ്പിച്ചു, ആകർഷിച്ചു എന്നാണ് പറയുന്നത്. നാസിസത്തിന്റെ പ്രധാന ശത്രുക്കള് സോഷ്യലിസ്റ്റുകാര്, കമ്മ്യൂണിസ്റ്റ്, ജൂതർ, ജനാധിപത്യവാദികൾ എന്നിവരൊക്കെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നാസിസം ഫാഷിസം ഒക്കെ വലിയ രീതിയിൽ സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും ജനാധിപത്യവാദികളെയൊക്കെ പിന്നെ എതിർക്കുന്ന, അല്ലെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്ന ഒരു ആശയത്തിന്റെ വക്താക്കളാണ്. അപ്പൊ ഇത്തരത്തിലായിരുന്നു നാസിസം ജർമ്മനിയിലെ സാഹചര്യങ്ങളിൽ ഇടപെട്ടിരുന്നത്. ഈ ഒരു നാസിസവും ഫാസിസവും മറ്റൊരു ലോകമഹായുദ്ധത്തിലേക്കാണ് വഴിവെച്ചത് എന്നാണ് ചരിത്രം പറയുന്നത്. ജർമ്മനിയുടെയും ഇറ്റലിയുടെയും ഈ ഒരു സാമൂഹ്യ മണ്ഡലങ്ങളിലെ ഇടപെടലുകൾ, ലോകത്തെ ഇടപെടലുകൾ, സാമ്രാജ്യത്വ ശക്തിയായി മാറാനുള്ള അവരുടെ അതിയായ ആഗ്രഹം ലോകത്തെ മറ്റൊരു ലോകമഹായുദ്ധത്തിലേക്ക് നയിക്കുകയാണുണ്ടായത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് പറയാനുള്ളത്. നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞത്, ലോക സാമ്പത്തിക മാന്ദ്യത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചു അല്ലെ. പിന്നീട് നാസിസത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, ഫാഷിസത്തെ കുറിച്ച് പഠിച്ചു, മുസോളിനിയെ കുറിച്ച് പഠിച്ചു, ഹിറ്റ്ലറെ കുറിച്ച് പഠിച്ചു, അവിടെ സൈനിക വിഭാഗങ്ങളെ കുറിച്ച് പഠിച്ചു, ഭരണ സംവിധാനങ്ങളെ കുറിച്ച് പഠിച്ചു, അവിടെ ആശയങ്ങളെ കുറിച്ച് പഠിച്ചു. ഇത്തരത്തിൽ വലിയ ഒരു ആശയങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ പഠിച്ചത്. എന്തായാലും നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇത് നോട്ട് പുസ്തകത്തിൽ അടയാളപ്പെടുത്തണം. നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. ഓരോ എപ്പിസോഡുകളും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അടുത്ത എപ്പിസോഡ് കാണുന്ന രീതിയിലേക്ക് ആ ബേസ്മെന്റ്, നമ്മുടെ അടിസ്ഥാനം നമ്മൾ വളരെ ക്ലിയർ ആയിട്ട്, വളരെ ഷാർപ്പായിട്ട് രൂപപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഘട്ടങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ഒരു എപ്പിസോഡ് നമ്മൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റുള്ള ഈ പാഠത്തിൽ അവശേഷിക്കുന്ന മറ്റു പാഠഭാഗങ്ങൾ നമുക്ക് അടുത്ത വരും എപ്പിസോഡുകളിൽ സംവദിക്കാം, ചർച്ച ചെയ്യാം എന്ന് ഉണർത്തിക്കൊണ്ട് ഈ ഒരു സെഷൻ, ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കാം. ബൈ.